ടു ഓൾ ഓഫ് യു. അപ്പോൾ നമ്മൾ പ്ലസ് വണ്ണിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്ററായിരുന്നു ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്റർ. സോ ഇക്വിലിബ്രിയത്തിൽ നമുക്ക് ഫോക്കസ് ഏരിയ നോക്കിക്കഴിഞ്ഞാൽ അതിൽ പിന്നെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായിട്ട് വരുന്നത് കോൺസെപ്റ്റ്സ് ഓഫ് ആസിഡ് ആൻഡ് ബേസ്. അതായത് നമ്മൾ താഴ്ന്ന ക്ലാസ്സുകളിൽ ആസിഡുകളെ കുറിച്ചും ബേസുകളെ കുറിച്ചും ഡീപ്പായിട്ട് പഠിച്ചിട്ടുണ്ട്. ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം pH വാല്യൂ 7 താഴെ വരുന്നവരാണ് ആസിഡുകൾ. ദെൻ pH വാല്യൂ 7 മുകളിൽ വരുന്നവരാണ് ബേസുകൾ. കറക്റ്റ് 7 വരുന്നവരെ നമ്മൾ ന്യൂട്രലായിട്ടൊക്കെ ഇമാജിൻ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ. എനിവേ ഇവിടെ അതൊക്കെ നമ്മൾ താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്ന കോൺസെപ്റ്റുകളാണ്. ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പഠിക്കുന്നത് 3 പ്രധാനപ്പെട്ട സയൻറ്റിസ്റ്റുകൾ, അറീനിയസ്, അതുപോലെ ബ്രോൺസ്റ്റഡ് ലോവറി എന്ന് പറയുന്ന 2 സയൻറ്റിസ്റ്റുകൾ, ദെൻ ലൂയിസ്. ഈ 3 കോൺസെപ്റ്റുകളിൽ അല്ലെങ്കിൽ ഇവർ 3 പേരുടെ അഭിപ്രായത്തിൽ എന്താണ് ആസിഡ്, എന്താണ് ബേസ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താഴ്ന്ന ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചു ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ pH വാല്യൂ 7 താഴെ വരുന്നവരാണ് ആസിഡുകൾ. pH വാല്യൂ 7 മുകളിൽ വരുന്നവർ നമ്മൾ ബേസ് ആയിട്ട് പറയാറുണ്ട്. കറക്റ്റ് pH വാല്യൂ 7 വരുന്നതിനെയാണ് ന്യൂട്രൽ ആയിട്ടുള്ള സബ്സ്റ്റൻസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ 3 പേരുടെ അഭിപ്രായത്തിൽ വ്യൂവിൽ എന്താണ് ആസിഡ്, വാട്ട് ഈസ് ബേസ് ആൻഡ് വാട്ട് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് അറീനിയസ് കോൺസെപ്റ്റ് ഓഫ് ആസിഡ് ആൻഡ് ബേസ്. അറീനിയസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആസിഡിനെ കുറിച്ചും ബേസിനെ കുറിച്ചും എന്തൊക്കെ ഐഡിയാസ് ആണ് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾസ് നോക്കാം. അറീനിയസിൻ്റെ കോൺസെപ്റ്റിൽ എന്താണ് ആസിഡ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 സബ്സ്റ്റൻസ് തന്നിട്ടുണ്ട്. HCl, HNO3, അതുപോലെ H2SO4. ഇതിനൊക്കെ AQ എടുക്കുക അല്ലേ. ഞാനിവിടെ AQ എന്ന് എഴുതിയിട്ടുണ്ട്. വാട്ട് ഈസ് AQ? AQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്വസ് ഫോം എടുക്കുക. ഓക്കെ, അക്വസ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സബ്സ്റ്റൻസിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യാം. അപ്പോൾ HCl എന്ന് പറയുന്ന സബ്സ്റ്റൻസിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോഴാണ് സബ്സ്റ്റൻസുകൾ പ്ലസും മൈനസും ആയിട്ട് എന്ത് ചെയ്യുക, ഡീകമ്പോസ് ചെയ്യുക, മീൻസ് സ്പ്ലിറ്റ് ചെയ്യുക. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നതിനെയാണ് അയോണൈസേഷൻസ് എന്ന് പറയാം. ഓക്കെ, അയോണൈസേഷൻസ് മീൻസ് സ്പ്ലിറ്റിംഗ് ഓഫ് എ സബ്സ്റ്റൻസ് ആസ് പ്ലസ് ആൻഡ് മൈനസ് അയോൺസ്. പ്ലസും മൈനസും ആയിട്ട് മാറുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് അയോണൈസേഷൻസ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ HClൻ്റെ അക്വസ് ഫോമാറ്റ് എടുക്കുമ്പോൾ അത് അയോണൈസ് ചെയ്യുന്നത് H+ഉം Cl- ആയിട്ടാണ്. അതുപോലെ നമ്മൾ HNO3യുടെ അയോണൈസേഷൻസ് നോക്കുമ്പോൾ H+ ആൻഡ് NO3-. അതുപോലെ H2SO4ൻ്റെ അക്വസ് ഫോം എടുത്തിട്ട് അതിൻ്റെ പിന്നെ അയോണൈസ് ചെയ്യുന്ന ഫോമാറ്റ് നോക്കുകയാണെങ്കിൽ 2H+ ആൻഡ് SO4-2. അപ്പോൾ ഈ 3 സബ്സ്റ്റൻസുകളുടെയും AQ എടുത്തപ്പോൾ മീൻസ് അതിൻ്റെ അക്വസ് ഫോമുകൾ നമ്മൾ എടുത്തപ്പോൾ അതിൽ H+ അയോൺസുകൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് ആസിഡ് എന്നുള്ളതാണ് അറീനിയസിൻ്റെ കോൺസെപ്റ്റ്. അതായത് ഒരു സബ്സ്റ്റൻസിൻ്റെ അക്വസ് ഫോമാറ്റ് എടുക്കുമ്പോൾ അത് H+ അയോൺസ് റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ ആസിഡ് എന്ന് പറയാം. സോ അങ്ങനെ ഡിഫൈൻ ചെയ്യാം. ആസിഡ് ഈസ് എ സബ്സ്റ്റൻസ് ദാറ്റ് ഗിവ്സ് H+ അയോൺസ് ഇൻ ഇറ്റ്സ് സൊല്യൂഷൻ. ഓക്കെ, ഒരു സബ്സ്റ്റൻസ് നമ്മൾ അതിൻ്റെ അക്വസ് ഫോമാറ്റ് എടുക്കുമ്പോൾ അതിൽ H+ അയോൺസുകൾ ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സബ്സ്റ്റൻസിന് മുഴുവനായിട്ട് നമുക്ക് ആസിഡായിട്ട് പറയാൻ പറ്റും. സോ ആസിഡ് മീൻസ് സബ്സ്റ്റൻസ് ദാറ്റ് പ്രൊഡ്യൂസ് H+ അയോൺസ് ഇൻ ഇറ്റ്സ് സൊല്യൂഷൻ. ഓക്കെ, ഇതുപോലെ ബേസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാനിവിടെ 3 എക്സാമ്പിൾസ് കാണിച്ചിട്ടുണ്ട്. NaOH, KOH, LiOH. ഇതിനൊക്കെ അക്വസ് ഫോമാറ്റ് എടുക്കുക മീൻസ് അക്വസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പറഞ്ഞു കേട്ടോ. അതെന്താണ്, അതിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് ഫോമാറ്റ് എടുക്കുക. അപ്പോൾ അത് അയോണൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, Na+ ആൻഡ് OH-. ഹിയർ K+ OH-. ആൾസോ ഹിയർ Li+ OH-. ഓക്കെ, അപ്പോൾ ഇവരെല്ലാവരും തരുന്നത് H+ അയോൺസുകളെല്ലാം മൈഗ്രേറ്റ് ചെയ്യുന്നത് മീൻസ് റിലീസ് ചെയ്യുന്നത് ദേ ഗിവ്സ് OH- അയോൺസ്. ഇങ്ങനെ OH- അയോൺസ് റിലീസ് ചെയ്യുന്ന മീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളെയാണ് ബേസ് ആയിട്ട് പറയാറുള്ളത്. സോ ബേസ് മീൻസ് സബ്സ്റ്റൻസ് ദാറ്റ് ഗിവ്സ് OH- അയോൺസ് ഇൻ ഇറ്റ്സ് സൊല്യൂഷൻ. ഓക്കെ, ഇതാണ് അറീനിയസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ കോൺസെപ്റ്റിൽ വാട്ട് ഈസ് ആസിഡ്, വാട്ട് ഈസ് ബേസ്. അപ്പോൾ അറീനിയസ് ആസിഡുകൾക്ക് എക്സാമ്പിളാണ് HCl, HNO3, H2SO4. അറീനിയസ് ബേസുകൾക്ക് എക്സാമ്പിൾസ് ആണ് NaOH, KOH, LiOH. ഇതുപോലെ സിമ്പിളായിട്ടുള്ള വേറൊരു കോൺസെപ്റ്റാണ്, 3ാമത്തെ കോൺസെപ്റ്റാണ് ലൂയിസ് കോൺസെപ്റ്റ്. ലൂയിസ് എന്നുള്ളത് വേറൊരു സയൻറ്റിസ്റ്റാണ്. ലൂയിസ് കോൺസെപ്റ്റിൽ വാട്ട് ഈസ് ആസിഡ്, വാട്ട് ഈസ് ബേസ്. ബ്രോൺസ്റ്റഡ് ലോവറി അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എനിവേ now we are going to discuss Lewis concept of acid and base. ഇവിടെ ഞാനൊരു ഇക്വേഷൻസ് കാണിച്ചിട്ടുണ്ട്. NH3 + H+ gives NH4
സോറി NH3 ബോണ്ട് H+. ഇവിടെ നമ്മൾ ഈ NH3യുടെ മുകളിൽ 2 ഡോട്ട് കാണിക്കുന്നുണ്ടല്ലേ, ഇവരെയാണ് നമ്മൾ ലോൺ പെയർ ഇലക്ട്രോൺസ് എന്ന് പറയാറുള്ളത്. ലോൺ പെയർ ഇലക്ട്രോൺസ് അതെങ്ങനെയാണ് NH3യുടെ ഉള്ളിൽ വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ അടുത്ത ചാപ്റ്ററുകളിൽ ഡിസ്കസ് ചെയ്യാം. എനിവേ NH3 പൊസസ് ലോൺ പെയർ ഇലക്ട്രോൺസ്. NH3കകത്ത് ഒരു ലോൺ പെയർ ഇലക്ട്രോൺസ് ഉണ്ട്. ആ ലോൺ പെയർ ഇലക്ട്രോണുകൾ നമ്മൾ ഡോട്ടായിട്ടാണ് കാണിക്കുക. അപ്പോൾ NH3യും H+ഉം കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഇവിടെ NH3യുടെയും H+ന്റെയും ഇടയിൽ ഒരു ബോണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് അല്ലേ. ആ ബോണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഈ ലോൺ പെയർ ഇലക്ട്രോൺസ് യൂസ് ചെയ്തിട്ടാണ്. സോ ഇവിടെ NH3യുടെയും H+ന്റെയും ഇടയിൽ ബോണ്ട് വരുന്നത് ഈ ലോൺ പെയർ ഇലക്ട്രോൺസ് H+ലോട്ട് കൊടുക്കുന്നതിന് ഫലമായിട്ടാണ് ഇവിടെ ഒരു ബോണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇങ്ങനെ ലോൺ പെയർ ഇലക്ട്രോണുകളെ ഡൊണേറ്റ് ചെയ്യുന്നവരെയാണ് ബേസ് എന്ന് പറയാം, ലൂയിസ് ബേസ് എന്ന് പറയാം. ഓക്കെ, സോ ലൂയിസ് ബേസ് മീൻസ് സബ് സ്പീഷീസ് ദാറ്റ് ഡൊണേറ്റ് ലോൺ പെയർ ഇലക്ട്രോൺസ്. ലോൺ പെയർ ഇലക്ട്രോണുകൾ ഡൊണേറ്റ് ചെയ്യുന്ന സ്പീഷീസുകളാണ് ബേസ്. സെയിം ടൈം നമ്മുടെ ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂയിസ് ആസിഡ്. വാട്ട് ഈസ് ലൂയിസ് ആസിഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോൺ പെയർ ഇലക്ട്രോണുകളെ ആക്സെപ്റ്റ് ചെയ്യുന്നവരെയാണ് ലൂയിസ് ആസിഡ് എന്ന് പറയാം. ഇവിടെ H+ അയോൺ ആണ് ആക്സെപ്റ്റ് ചെയ്തത്. സോ ലൂയിസ് ആസിഡ് H+ ആണ്. ലോൺ പെയർ ഇലക്ട്രോൺസുകൾ റിലീസ് ചെയ്തത് നമ്മുടെ NH3 ആണ്. സോ ലൂയിസ് ബേസ് ആരാണ്? നമ്മുടെ NH3 ആണ്. അപ്പോൾ ലോൺ പെയർ ഇലക്ട്രോൺസിൻ്റെ കോൺസെപ്റ്റിലാണ്, ലോൺ പെയർ ഇലക്ട്രോണുകൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മൾ ആസിഡും ബേസും പറയുന്നത് ഇതിൽ ലൂയിസ് കോൺസെപ്റ്റിൽ. So Lewis base means a species that donate lone pair electrons. Lewis acid means